ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബോക്സ് ആയിട്ടാണ്. പിന്നെ ഇതേപോലുള്ള ഇതേ വലിപ്പത്തിലുള്ള ബോക്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഏത് ബോക്സാണോ കിട്ടിയത് അതെടുക്കാം. അതിലേക്ക് ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെൻറ്റും വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററാക്കി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൽ 1 ഇഞ്ച് കനത്തിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ സ്ക്രൂ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. സ്ക്രൂവിൻ്റെ ആ ഒരു പരന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അടിഭാഗത്തേക്കാകുന്ന രീതിയിൽ വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാം എന്ന് കരുതിയത്. കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു പരന്ന ഭാഗം അടിഭാഗത്തേക്കാകുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ അത് പെട്ടെന്നൊന്നും ഇളകി മറിയൂല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലുള്ള സ്ക്രൂ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇയർബഡ്സോ അതല്ലെങ്കിൽ ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഒരു ഷേപ്പിലുള്ളത് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം പിന്നെ ഞാനിത് 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് വേറൊരു ഐഡിയ തലയിൽ കത്തിയത് കേട്ടോ. കാരണം ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് പുറം ഭാഗം ഉൾഭാഗം പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ ഉൾഭാഗം നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത ശേഷം വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉൾഭാഗം മാത്രം പെയിൻറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ പുറംഭാഗം ഉൾഭാഗം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പുറംഭാഗം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടിഭാഗത്തുള്ള വൈറ്റ് സിമെൻറ്റിൻ്റെ വൈറ്റ് കളർ പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ത്രെഡ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ത്രെഡ് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.